ഇന്ന് നമുക്ക് കാണിക്കാനുള്ള പശുക്കൾ ഏതൊക്കെയാ? ഇത് പശു പെറ്റ പശുവാണ്. 22 ലിറ്റർ പാല് കടിക്കും. ഇതല്ലേ? ഇത് നല്ല എച്ചപ്പ് ഒറിജിനൽ സൂപ്പർ മടിയാണുള്ളത്. സൂപ്പർ മടികാമ്പാണ്. 22 ഗ്യാരണ്ടി കൊടുക്കുക. സൂപ്പർ മോഴയാണുള്ളത്. മോഴ പശു. ഇത് ജെസി. ഇത് എത്രാമത്തെ? ഇതും 2ാം പേരാണ്. ഓക്കെ, രണ്ടാമത്തെയാണ്. എത്രത്തോളം ലിറ്റർ പാലൊക്കെ കിട്ടാൻ സാധിക്കും? ഇതൊരു 18 കടിക്കും. വലിയ ഹൈറ്റ് ഒന്നും ഇല്ല. ലേശം കൊമ്പ് ചാടിയിട്ടുണ്ടെന്ന് മാത്രം. പശു കുഴപ്പമില്ല, നല്ല ആരോഗ്യമുണ്ട്. ഇത് കന്നിപ്പേർ. എത്രത്തോളം ലിറ്റർ പാല് കിട്ടാൻ? ഇതൊരു 18 പ്രതീക്ഷ. ചാട്ടമല്ലോ? ഒന്നുമില്ല. ഒരു ചാട്ടവും ഇല്ല. ആർക്ക് വേണമെങ്കിൽ വീട്ടമ്മമാർക്കൊക്കെ ഇറക്കാം. വീട്ടമ്മമാർക്ക് പെണ്ണുങ്ങളൊക്കെ ആർക്ക് വേണമെങ്കിൽ ഇറക്കാം. വലിയ മടിയൊക്കെയാണ് കേട്ടോ. ഇതും കന്നി തന്നെ. കന്നിയായിട്ടുള്ള ഒരു മോഴ അല്ലെ? ആ മോഴ. കന്നിയാണെങ്കിലും എത്രത്തോളം ലിറ്റർ പാലൊക്കെ കിട്ടാൻ സാധ്യത? ഇതും ഒരു 20 ലിറ്ററിന്റെ അടുത്ത് കടിക്കും. കാരണം പശുവിനും ഒരു 20 ലിറ്റർ പാല് കിട്ടും. മര്യാദയ്ക്ക് നോക്കുന്നവർക്ക് 10 ലിറ്റർ നിർത്താം. ഇതും 2ാം പേര് പശു. 2ാം പേരാണല്ലേ? ഈ കാണുന്ന പശുവാ? ഇത് 22 കടിക്കും. കാരണം പശു പ്രസവിച്ചിട്ട് ഇപ്പൊ എത്ര ദിവസം? ഇത് 4 ദിവസമായി. മഞ്ഞപ്പാലാണ്. പിന്നെ മുതൽ മോഴയാണല്ലോ അല്ലെ? ഇത് 22 കടിക്കും. സൂപ്പർ പശു ആട്ടോ. ഇതൊരു 15 കടിക്കും. ആണല്ലേ? 15-16. കാരണം പ്രസവിച്ചല്ലേ? പ്രസവിച്ചത്. എല്ലാ പശുക്കളും പ്രസവിച്ചാണ്. പ്രസവിച്ച പശുവാകുമ്പോ കേട് തീർന്നു. ഓ, അങ്ങനെ അല്ലേ? കറവ കണ്ടേ കൊണ്ടുപോവുക. ഓ, കറവ കണ്ട് കൊണ്ടുപോവുക. നല്ല കാമ്പിനൊക്കെ ഗ്യാരണ്ടി കൊടുക്കും. കാരണം കാമ്പ് നല്ല കറുത്ത കാമ്പാണല്ലോ ഏട്ടാ? കറുത്ത കാമ്പാണ്. കറുത്ത കാമ്പ്. ഇത് 2ാം പേര് പശു. 2ാം പേരാണ്. ഇതുവരെ കുളിപ്പിച്ചിട്ടില്ല. ഇതൊരു 15-18 ലിറ്റർ അടിക്കും. 18 പ്രതീക്ഷിച്ചോളെ. ഇത് 2ാം പേര്. 2ാം പേരാണല്ലോ? അത്യാവശ്യം ചെറിയ പാൽ ഞരമ്പൊക്കെ വന്നത്. നല്ല കറുത്ത വലിയ കാമ്പാണല്ലോ. ആമാ. ഈ കാണുന്ന ഒരു കടിഞ്ഞൂലാട്ടോ. സൂപ്പർ പശു ആണുള്ളത്. കടിഞ്ഞൂല് പശു സൂപ്പറാണ്. എത്ര ദിവസമായിട്ട് പ്രസവിച്ചിട്ട്? ഇത് പ്രസവിച്ചിട്ട് 5 ദിവസമായി. അത്യാവശ്യം മഞ്ഞപ്പാലായിക്കപ്പോ? മഞ്ഞപ്പാലുണ്ട്. കുട്ടിയുണ്ട് അതിന്? കുട്ടിയുണ്ട്. എല്ലാത്തിനും കിടാവുണ്ട്. ഇത് മോഴയാണല്ലോ? മോഴ. 2ാം പേര്. ഓക്കെ, 2ാം പേര് മോഴയാണ്. ഇച്ചിരി വലിയ കാമ്പൊക്കെ ആണല്ലോ. കാമ്പ് വലിയ കാമ്പ്. കറക്കാൻ നല്ല സോഫ്റ്റ് ആണ്. ആളുടെ സ്വഭാവമൊക്കെ എങ്ങനെയുണ്ട്? നല്ല സ്വഭാവക്കാരിയാണ്. ഇതാ ഓക്കെ. ഇതാ ഓക്കെ, ഒരു കുഴപ്പമില്ല. കാരണം മോഴയ്ക്ക് എത്രത്തോളം ലിറ്റർ പാല് കിട്ടാൻ സാധ്യത? മോഴയ്ക്കൊക്കെ ഒരു 20 ലിറ്റർ 18. ചില മോഴകൾ 25 കടിക്കും. ഇത് കാണുന്നത് ജേഴ്സി ക്രോസ് ആണ്. ഒരു 15-16 കടിക്കും. എത്രാമത്തെ പ്രസവം? 2ാം പേര്. ഓക്കെ, 2ാം പേര് ജേഴ്സി ക്രോസ്. ഒരു 15-16. ഈ പറഞ്ഞ 15-16 കാലത്തും വൈകിട്ടും കൂടി നമ്മള് 2 നേരം. 2 നേരം, കാലത്തും വൈകിട്ടും. ഇത് കന്നിയാണോ? അത് കന്നി. അടിഞ്ഞൂല് ജേഴ്സി. ഈ കാണുന്ന പശുവിന് എത്രത്തോളം പാല് കിട്ടാം? ഇതൊരു 13-15 കടിക്കും. 13 മുതൽ 15 വരെ കിട്ടാവുന്ന ഒരു ജേഴ്സി. ഈ കാണുന്ന മോഴയപ്പോ? ഇതൊക്കെ ഒരു 18 കടിക്കും. ഒരു 18 കിട്ടുന്ന സാധാരണ ഒരു മോഴ. ഈ കാണുന്നതിന് ഇത് കടിഞ്ഞൂല്. എത്രത്തോളം പാല് കിട്ടുന്നുണ്ട്? ഇതൊരു 18 ഇപ്പുണ്ട്. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ നമ്മൾ കണ്ട പശുക്കൾക്കൊക്കെ എന്തോരം പ്രൈസ് റേഞ്ച് വരും ചേട്ടാ? അതായത് ഇപ്പോ നമ്മൾ കണ്ട 1 രൂപ താഴെയുള്ളതുണ്ട്, 1 രൂപ മേലെ ഉള്ളതും ഉണ്ട്. ഫാമുകാർക്ക് പറ്റിയ പശുക്കളും ഉണ്ട്. അതുപോലെ വീട്ടമ്മമാർക്ക് പറ്റിയ പശുക്കളും ഉണ്ട്. ഒരു 15 ലിറ്റർ 16 ലിറ്റർ അങ്ങനത്തെ പശുക്കളും ഉണ്ട്. ഇപ്പൊ കണ്ട ക്രോസ് ഇനങ്ങള്. പിന്നെ ജേഴ്സി ക്രോസ്. ജേഴ്സി ക്രോസ് ഉണ്ട്, എച്ചപ്പ് ഉണ്ട്, സുസ്പ്രേ ഉണ്ട്. ഏത് പശുക്കൾ വേണമെങ്കിലും തരാം. ചേട്ടൻ ഈ ഒരു മേഖലയിൽ വന്നിട്ട് എത്ര നാളായി? 35 കൊല്ലം കഴിഞ്ഞു. ഞാൻ 100 രൂപയ്ക്ക് ശമ്പളത്തിന് പെരുമ്പാർക്ക് കന്നാലി അടിച്ചവനാണ്. കുഴമന്ന മാർക്കറ്റിൽ നിന്ന് വെറും 100 രൂപയ്ക്ക് ഇന്നും നിലയും തുടങ്ങിയതല്ല. അപ്പൊ ഈ കാണുന്ന പശുക്കളെ വാങ്ങാൻ വരുന്നവർക്ക് ചേട്ടൻ കേരളത്തിൽ എത്തിച്ചു കൊടുക്കും. വണ്ടിയുണ്ട്, നമ്മുടെ കൂട്ടുകാരന്മാരുടെ വണ്ടി. വിളിച്ചു പറഞ്ഞാൽ വീഡിയോ കോളിൽ വന്ന ഫോൺ ചെയ്താൽ അവിടെ വന്ന് ഞാൻ എത്തിച്ചു തരാം പശു. അതിനൊക്കെ സമയത്ത് നിങ്ങൾ നേരിട്ട് വന്നാൽ ഭയങ്കര സൗകര്യമായി നമുക്ക്. ഇപ്പൊ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം പശുക്കളൊക്കെ കാണാൻ പറ്റും ചേട്ടാ? നമ്മുടെ കൈവശം എല്ലാ ഭാഗത്തും പോകാം. നമുക്ക് ഒരു 50-60 കിലോമീറ്റർ ചുറ്റളവില് ഒരു 100-150 പശു കാണാൻ പറ്റും. എന്റെ കയ്യിൽ ഇപ്പൊ എപ്പോഴും 10 ഉണ്ടാവും. എപ്പോഴും 10 എപ്പോഴും ഉണ്ടാവും. എന്റെ പശു പറ്റിയില്ലെങ്കിൽ വേറെ ഞാൻ വാങ്ങിച്ചു കൊടുക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട പശു. ഫാമുകാർക്കാണെങ്കിലും വാങ്ങിക്കൊടുക്കും, വീട്ടമ്മമാർക്കാണെങ്കിലും വാങ്ങിക്കൊടുക്കും. പിന്നെ പേപ്പർ വർക്ക് ഒക്കെ ചേട്ടൻ? പേപ്പർ ഇപ്പൊ മറ്റേ തമിഴ്നാട് സർട്ടിഫിക്കറ്റ് ഡോക്ടറിന്റെ വേണം പറഞ്ഞാൽ അതും വാങ്ങിക്കൊടുക്കും. ഇപ്പൊ ലോൺ കൊടുക്കണ്ടല്ലോ, ആ സ്കീമിനുള്ള പശു വേണം പറഞ്ഞാൽ അത് എന്റെ കയ്യിലുണ്ട്. സ്കീമിലുള്ള പശു നമുക്ക് ഒരു 50,000 ഒരു 50, 55, 60 സ്കീമുള്ളത് നിറയെ പശുക്കളുണ്ട്. ശരി. അപ്പൊ ഇത്തരത്തിലുള്ള പശുക്കളെ വാങ്ങാൻ വേണ്ടി ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ ഇത്രയും നല്ല പശുക്കൾ വേണം പറഞ്ഞാൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് വിളിച്ചാൽ മതി. നിങ്ങൾ പാലക്കാട് വന്ന് നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വരികയാണെങ്കിൽ ഞാൻ കാറും കൊണ്ട് വരാം. അതുപോലെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ഇറങ്ങുകയാണെങ്കിൽ അവിടെ ഞാൻ വരാം. ഇല്ലെങ്കിൽ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് വരിക, അവിടെ വന്ന് പെരുവുമ്പിലേക്ക് ബസ് കയറുക, അവിടെ വന്നാൽ ഞാൻ അവിടെ വരാം. നിങ്ങൾക്ക് എങ്ങനെ സൗകര്യമുണ്ട് അങ്ങനെ വന്നോളെ. പശുക്കള് 9-6 ആണ്. ഇതൊക്കെ നല്ല പശു നോക്കി നിങ്ങൾക്ക് തരാം. പെറ്റ പശു ഉണ്ടെങ്കിൽ കറവ് കണ്ടേ എടുത്തോളെ. ഇനി ചെനപ്പശു വേണം പറഞ്ഞാൽ ചെനപ്പശു തരാം. കാരണം നമ്മൾ പണിക്കാറൊന്നുമില്ല, വെളിയിൽ അയച്ചു പിടിക്കാൻ ആളില്ല. അല്ലെങ്കിൽ നടത്തി ഞാൻ വീഡിയോ എടുക്കും.